Hi my dear students, once again welcome back to probability. Probabilityയുടെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനെ പറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുവരെ 17 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the 18th question. A fair coin and an unbiased die are tossed. നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞിരുന്നു. Let A be the event, head appears on the coin and B be the event, 3 on the die. Check whether A and B are independent events or not. അപ്പോൾ നമുക്കറിയാം A be the event, head appears on the coin എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? ഹെഡ് വരാം, head appears on the event, on the coin. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ കോയിനും അതുപോലൊപ്പം തന്നെ നമ്മളൊരു ഡൈയും കൂടെയാണ് റോൾ ചെയ്യുന്നത്. ഹെഡ് അപ്പേഴ്സ് ഓൺ ദ കോയിൻ. അപ്പം എ എന്ന് പറഞ്ഞാൽ എച്ച്, ഫസ്റ്റ് കോയിനിൽ എച്ച് വരാം, അതുപോലെ തന്നെ ഡൈയിൽ 1 വരാം അല്ലേ. ദെൻ H2 വരാം, H3 വരാം, അങ്ങനെ വന്ന് നമുക്ക് H6 വരെ വരാം അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് 2 കൂടെ ഉള്ളൂ, അത് നമ്മൾ വേണമെങ്കിൽ എഴുതിയേക്കാം. H4ഉം H5ഉം H5 ഇങ്ങനെ 6 ഇവന്റ് ആണ് എ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഇവന്റ് 3 ഓൺ ദ ഡൈ എന്ന് പറഞ്ഞാൽ ഡൈയിൽ 3 കിട്ടണം, ബാക്കി ഇതിൽ എന്ത് വന്നാലും കുഴപ്പമില്ല. അപ്പൊ H3 വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം, ടെയിലും 3യും കൂടെ വരാം. ഇതാണ് എയും ബി എന്ന് പറഞ്ഞാൽ. മനസ്സിലായ മക്കളെ? ഒന്ന് ഫെയർ കോയിൻ ആൻഡ് അൺബയസ്ഡ് ഡൈ, കോയിനും ഡൈയും കൂടെ ചെയ്യുന്നത്. അപ്പം കോയിനിൽ ഹെഡ് വരാം, പിന്നെ ഹെഡ് വരുന്നപ്പം തന്നെ 1 2 3 4 5 6 അങ്ങനെ മാറി വരാം. അതുപോലെ ടെയിൽ വരെ ഇതുപോലെ തന്നെ 1 2 3 4 5 6 മാറി വരാം. ബി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഹെഡ് വരണം, അല്ല രണ്ടാമത്തതിൽ 3 വരണം. അപ്പോൾ ഹെഡോ ടെയിലോ എന്ത് വന്നാലും പ്രശ്നമല്ല. ഇനി ഇതിനകത്ത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. H3 എന്നുള്ള ആ ഒരു ഇവന്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിനെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 2 3 4 5 6 അല്ലെ. ടോട്ടൽ വരുന്ന എത്രയാണ്? നമുക്ക് ഇതുപോലെ തന്നെ ടെയിലും വരും. അപ്പൊ ടോട്ടൽ 12 ആണല്ലോ. അപ്പൊ 6/12 ആണ് പി ഓഫ് എ എന്ന് വെച്ചാൽ 1/2 വരും. ഇനി പി ഓഫ് ബി എന്ന് പറഞ്ഞാലോ, നമുക്ക് ഇവിടെ എഴുതാം. പി ഓഫ് ബി എന്ന് പറഞ്ഞാലോ ഇത് 2 ആണ്, സോ 2/12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് വരും. ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇവന്റേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് 1 ഔട്ട് ഓഫ് 12. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചാൽ ആരുടെ ഇൻഡിപെൻഡന്റ് എന്ന് ചോദിച്ചാണ് അല്ലെ. നമുക്ക് വേണ്ടത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ്സ് 1/2 ഇൻറ്റു പി ഓഫ് എ 1/2 ആണ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/12 ആണ് അല്ലെ. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡൈ മാർക്ക്ഡ് 1 2 3 in red and 4 5 6 in green is tossed. ഇപ്പോൾ ഡൈ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് 1 2 3 4 5 6 ഇത്രയാണ് വരുന്നത്. അതിൽ 1 2 3 ഇൻ റെഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, 4 5 6 ഇൻ ഗ്രീനിലാണ്. എ ബി ദ ഇവൻ നമ്പർ ഇസ് ഈവൺ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ കിട്ടണം, 2 4 6 ഈ 3 വരാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഇവൻ ദ നമ്പർ ഇസ് റെഡ്. റെഡിൽ മാർക്ക് ചെയ്തേക്കണ ഏതൊക്കെയാ? 1 2 3 അപ്പോൾ 1 2 3. ഇനി എ ഇന്റർസെക്ഷൻ ബി ഉണ്ടോ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ 2 മാത്രമേ ഉള്ളൂ അല്ലെ. രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് പി ഓഫ് എ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ഔട്ട് ഓഫ് 6. ഓക്കെ, ദാറ്റ് ഈസ് 1/2. പി ഓഫ് ബി ഈസ് ഓൾസോ 3 ഔട്ട് ഓഫ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1 ഔട്ട് ഓഫ് 6 ആണ് അല്ലെ. സോ വാട്ട് അബൌട്ട് പി ഓഫ് എ ഇൻറ്റു ബി? പി ഓഫ് എ
A into B is equal to P of A into B അല്ല P of A into P of B is equal to P of A is 1 by 2 into 1 by 2 P of B യും 1 by 2 ആണ്. That's equal to 1 by 4 ആണ്. കണ്ടോ P of A into P of B is equal to 1 by 4 ആണ്. And clearly that is not equal to P of A intersection B. That is 1 by 6. That means A and B are not independent. കണ്ടോ അപ്പോൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് P of A into P of B എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് ഈക്വൽ ടു P of A intersection B ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാര്യം മനസ്സിലായല്ലോ മക്കളെ? Here is the next question, question number 20. Given that the events A and B are such that P of A is equal to 1 by 2, P of A union B is equal to 2 by 5, and P of B is equal to P. Find P if they are mutually exclusive. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണുള്ള കണ്ടീഷൻ എന്താ? P of A intersection B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് മീൻസ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും എന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാകില്ല. ദാറ്റ് മീൻസ് നൾ സെറ്റ് ആയിരിക്കും. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. P of A യൂണിയൻ ബി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്നാണ് അല്ലേ? അതിൽ ഇത് വാല്യൂസ് നമുക്ക് കൊടുക്കാം ഓരോന്നും. P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ 3 by 5 ആണ്. P of A എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. P of B എന്ന് പറഞ്ഞാൽ P ആണ്. മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? ദാറ്റ് മീൻസ് P എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഇവിടെ നിർത്താം. ഇത് ഇപ്പുറത്തേക്ക് പോരാം. 3 by 5 മൈനസ് 1 by 2 എന്ന് വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ക്രോസ് ചെയ്യാം. ഇപ്പൊ 10 എന്ന് വരും ഡിനോമിനേറ്റർ. ഇത് 6 മൈനസ് 5 എന്ന് വരും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. സോ ദ ആൻസർ ഈസ് P is equal to 1 by 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ആൻസർ ആയി. ഇനി രണ്ടാമത് വരുന്നത് എന്താണ്? രണ്ടാമത്തെ കേസിൽ ദേ ആർ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്? P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P of A into P of B ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി P of A into P of A ഇന്റർസെക്ഷൻ Bയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. P of A intersection B, P of A എത്രയാണ്? നമ്മുടെ മുകളിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. P of A എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. P of B എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാല്യൂ ഒന്ന് എഴുതാം. ഓക്കെ, സോ P of A യൂണിയൻ ബിയുടെ ഫോർമുല നമുക്കറിയാമല്ലോ. എന്താണ് ഫോർമുല? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്നാണ്. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? 3 by 5 തന്നിട്ടുണ്ട്. ഈക്വൽ ടു P of A എന്ന് പറഞ്ഞാൽ 1 by 2 ആ. P of B എന്ന് പറഞ്ഞാൽ P ആ. സോ P മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ P of A into P of B എന്ന് പറഞ്ഞു. അതിൽ P of A എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. P of B എന്ന് പറഞ്ഞാൽ P ആണ്. ഓക്കെ, അപ്പോ 3 by 5 മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ P മൈനസ് P by 2 അല്ലേ? ദാറ്റ് മീൻസ് വാട്ട്? ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 10 എന്ന് വരും. ഇത് നമ്മൾ പറഞ്ഞു 6 മൈനസ് 5 എന്ന് വരും. 6 മൈനസ് 5. P നിന്ന് Pയുടെ ഹാഫ് കുറച്ചാൽ പിന്നെ Pയുടെ ഹാഫ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ദാറ്റ് മീൻസ് P by 2 is equal to 1 by 10 or P is equal to 2 by 10 is equal to 1 by 5. അപ്പൊ ഇവിടെ Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 by 5 ആണ്. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? രണ്ട് കേസിലും രണ്ടാണ്, ഇൻഡിപെൻഡന്റ് ആണ് ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ രണ്ട് പ്രോപ്പർട്ടിയും വന്നപ്പോൾ രണ്ട് സ്ഥലത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് Pക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ?
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. Let A and B be independent events with the P of A is equal to 0.3, P of B is equal to 0.4. Find P of A intersection B, second P of A union B, A given B, B given A. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പറയുന്നത് പി ഓഫ്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കണ്ടീഷൻ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.3 ആണ്, ഇത് 0.4 ആണ്. അപ്പോൾ 0.3 ഇൻറ്റു 0.4 എന്ന് പറയുമ്പോൾ നമുക്ക് 0.12 എന്ന് കിട്ടും അല്ലേ. 3 ഇൻറ്റു 4 12, സോ 0.3 ഇൻറ്റു 0.4 ഇസ് ഈക്വൽ ടു 0.12. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ആണ്. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല നമുക്കറിയാം. എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. ദാറ്റ് ഈസ് പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്കറിയാം 0.3 ആണ്, ഇത് 0.4 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.12 ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇതിന്റെ ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ആണ്. 0.7 മൈനസ് 0.12 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 0.7 എന്നുള്ളതിന് 0.70 എന്ന് എഴുതാം. ആൻഡ് 0.12 8 അല്ലെ 0.58. സോ ദ ആൻസർ ഈസ് 0.58 എന്ന് വരും. സോ 0.58 ദാറ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അടുത്തത് മൂന്നാമത്തേതാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബി ഇത് നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.12 ആണ്. ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ആണ്. 0.4. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് 0.4 മീൻസ് 40. അപ്പോൾ ഇത് ഈസ് 12/40 എന്ന് വരും. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/10 എന്ന് വരും. 3/10. ഓക്കെ, 3/10 എന്ന് തന്നെ എഴുതിയാൽ മതിയാവും. അത് നമ്മൾ വേറെ ഒന്നും കാണിക്കേണ്ട. 3/10 ഈസ് നമുക്കറിയാം 0.3 ആണെന്ന് നമുക്കറിയാമല്ലോ. യെസ്, ഇനി അടുത്തത് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ, യെസ് നമുക്കത് കണ്ടുപിടിക്കാം. ഫോർമുല എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ വരും. അതിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.12 ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.3 ആണ്. ദാറ്റ് ഈസ് 12/30 എന്ന് വരും. ഇവിടെ പോയിന്റ് ഉണ്ട്, 0.3 30 എന്ന് വരും. പിന്നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 4/10 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 0.4. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 0.3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരൊറ്റ പ്രോപ്പർട്ടിയിൽ നിന്നാണ് പോരുന്നല്ലോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഫോർമുല, പിന്നെ പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല, പിന്നെ ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷനും. ഓക്കെ മക്കളെ, മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഐഡിയാസ് ആണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, another important question, question number 22. If A and B are two events such that P of A is equal to 1/4, P of B is equal to 1/2 and P of A intersection B is equal to 1/8, find P of not A and not B. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ആൻഡ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ഇന്റർസെക്ഷനും ഓർ എന്നുള്ളതിന് കറസ്പോണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിയനുമാണ്. അത് ആൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നത് ഇൻറ്റുവും ഓറിന് കറസ്പോണ്ടിങ് പ്ലസുമാണ്. ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തോണം. ഇനി നമുക്ക് പറയാം. അതുപോലെ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് കോംപ്ലിമെന്റ് ആണ്, ഡാഷ് എന്നുള്ള സിമ്പിൾ ആണ്, എ ഡാഷ്. ഇനി നമ്മളോട് ചോദിച്ചാണ് ഫൈൻഡ് പി നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് ബി എന്ന് വെച്ചാൽ പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഡാഷ് വരും, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ വരും, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡാഷ് വരും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മൾക്കറിയാമല്ലോ, നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ സെറ്റ് തിയറിക്കകത്ത് നമ്മൾ ഡിമോർഗൻസ് ലോ പഠിക്കുന്നുണ്ട്. ആ ഡിമോർഗൻസ് ലോയ്ക്കകത്ത് പറയുന്നുണ്ട്
എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നതും എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ? നമ്മൾ ഡിമോർഗൻസ് ലോയ്ക്കകത്ത് പറയുന്നത് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ ഡാഷ്. ഇത് നമുക്കറിയാം എ യൂണിയൻ ബി ഓൾ ഡാഷ് പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്നാണ് അല്ലെ? അപ്പൊ അത് വെച്ച് ഇത് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇനി പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ? ഇതിന്റെ വാല്യൂസ് നമുക്ക് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/2 പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/8. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1/4 മൈനസ് 1/2 പ്ലസ് 1/8. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ പ്ലസും ഇത് പ്ലസും കൂടെ ഒരുമിച്ച് എഴുതാം. 1 പ്ലസ് 1/8 മൈനസ് മൈനസ് ഉള്ളത് ഒരുമിച്ച് എഴുതാം. 1/4 പ്ലസ് 1/2 അത് ഒരുമിച്ച് ബ്രാക്കറ്റിനകത്താക്കി രണ്ടിൽ നിന്നും മൈനസ് പുറത്തെടുത്തിട്ട്. സോ ഇറ്റ് ഈസ് 1 പ്ലസ് 1/8. നമുക്ക് സിംപ്ലിഫിക്കേഷൻ 3 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നിപ്പോൾ എളുപ്പത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇത് അര ഇത് മുക്കാലാണ് അല്ലെ? സോറി, അര പ്ലസ് കാല്. അര പ്ലസ് കാല് എന്ന് പറഞ്ഞാൽ മുക്കാലിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 3/4 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ അത്തരത്തിൽ എഴുതാം, അല്ലെങ്കിൽ പിന്നെ സെയിം എടുത്തിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇതെല്ലാം അങ്ങ് 8 ആക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇത് 8 ആക്കുവാണെങ്കിൽ ന്യൂമറൽ 8 വരും. ഇത് 8 ആണ്, 1 വരും. ഇത് 8 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6 വരും. സോ 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3 വരും. 3/8 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 3/8. ഓക്കെ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആ ഒരു ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത കാര്യം മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതിയാവും. അതാണ്, ബാക്കിയൊക്കെ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഫോർമുല തന്നെയാണ്. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 23. Events A and B are such that P of A is equal to 1/2, P of B is equal to 7/12, and P not A or not B is equal to 1/4. State whether A and B are independent. ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം. പി ഓഫ് എയും പി ഓഫ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടണം. അപ്പൊ ആദ്യം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 1/4 എന്നാണ്. നമുക്കൊന്ന് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ച് എഴുതാം. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഡാഷ് എന്ന് വരും. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ വരും. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡാഷ് എന്ന് വരും. ഓക്കെ, നൗ ഡിമോർഗൻസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞല്ലോ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈ സെയിം ആസ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് അല്ലേ? കാരണം നമ്മൾ അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്രോപ്രിയേറ്റ് വേ ചെയ്യാം. സോ ഇറ്റ് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു 1/4. വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്? ദാറ്റ് ഈസ് നമുക്ക് വീണ്ടും പ്രോബബിലിറ്റി ഓഫ് എ ഡാഷിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ. സോ ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ്സ് ഈക്വൽ ടു 1/4. ഇനി നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ പോരെ. സോ 1 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 1 മൈനസ് 1/4 ഈസ് സെയിം ആസ് 3/4 അല്ലേ? ദാറ്റ് മീൻസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 3/4 വരും, 3/4. ഓക്കെ, ഇനി നമുക്ക് പി ഓഫ് എയും പി ഓഫ് ബിയും ഒന്ന് കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു അത് ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആവും.
So P of A into P of B is equal to P of A into P of B is equal to 1 by 2 into 7 by 12. That means 7 by 24. And that is not equal to P of A intersection B, because P of A intersection B is 3 by 4. That means A and B are not independent. കാരണം എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിരുന്നെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടണം. സോ ഇറ്റ് ഈസ് എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ മക്കളെ? P of A into P of B not equal to P of A intersection B, therefore they are not independent. Okay, now let us have the next question number 24. Given two independent events A and B such that P of A is equal to 0.3, P of B is equal to 0.6. Independent events ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ P of A intersection B നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. P of A intersection B is equal to P of A into P of B. That is equal to P of A എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 0.3 ആണ്. P of B എന്ന് പറഞ്ഞാൽ 0.6 ആണ്. So it is 0.3 into 0.6 is നമുക്കറിയാം 0.18 വരും. ഓക്കെ, P of A and B ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഇങ്ങനെ P of A and B ആ. P of A and B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A into A intersection B തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് ആയി കഴിഞ്ഞു. That is equal to 0.18. അങ്ങനെ P of A and B യുടെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ P of A and not B എന്നാണ് അല്ലേ? That is P of A intersection B dash എന്നാണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, P of A intersection B dash. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് തന്നിരിക്കുന്ന ഒരു കാര്യം എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് തന്നിട്ടുണ്ട്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആവും ആണ്. അത് നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്ര ആയിരിക്കുക: എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഡാഷും എയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോറി, എയും എ ഡാഷും അതുപോലെ ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണ്. ബിയും നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം നമുക്ക്. അതായത് എ ഡാഷും ബിയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിന്റെ എല്ലാ കോമ്പിനേഷൻസും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്കത് അടുത്തൊരു പ്രോബ്ലത്തിലൂടെ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം P of എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P of A into P of B dash എന്ന് എഴുതാം. അതിന്റെ റീസൺ ഒന്ന് എഴുതിക്കോളൂ. Since A and B are independent, A and B dash are also independent. അതാണ് അതിന്റെ കാരണം. അത് നമുക്ക് തൽക്കാലം അങ്ങനെ എഴുതി നിർത്തുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാം. ഓക്കെ, ഇനി P of A നമുക്ക് അറിയാമല്ലോ 0.3 ആണ് അല്ലെ, ഇൻറ്റു P of B dash. P of B dash എന്ന് വെച്ചാൽ എന്താ? P of B dash is equal to 1 minus P of B അല്ലേ? That is 1 minus 0.6 ആ എന്ന് വെച്ചാൽ 0.4 വരും അല്ലെ. സോ 3 into 0.4 that's equal to 0.12 എന്ന് വരും. അതാണ് ഈ രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ. ഓക്കെ മക്കളെ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, മൂന്നാമത്തെ P of A or B. P of A or B എന്നുള്ളതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുവാണെങ്കിൽ P of A യൂണിയൻ B എന്ന് എഴുതാം അല്ലെ. അതിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. P of A plus P of B minus P of A intersection B അല്ലെ. P of A നമുക്കറിയാം 0.3 ആണ്, പ്ലസ് 0.6 ആണ്, മൈനസ് P of Aയും Bയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇത് P of A into P of B എന്ന് വരും. P of A എന്ന് പറഞ്ഞാൽ 0.3 into P of B എന്ന് പറഞ്ഞാൽ 0.6. ഓക്കെ, സോ 0.3 പ്ലസ് 0.6 ഈസ് നമുക്കറിയാം 0.9 ആണ്, മൈനസ് 0.3 into 0.6 ഈസ് 0.18. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 0.90 മൈനസ് 0.18. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2
that is 0.72 എന്ന് വരും. So the answer is 0.72. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ നാലാമത്തെ പാട്ടിലേക്ക് പോകാം. neither a nor b എന്ന് വെച്ചാൽ p ഓഫ് neither എയും ഇല്ല ബിയും ഇല്ല എന്ന് വെച്ചാൽ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. neither a nor b എന്ന് വെച്ചാൽ എയും ഇല്ല ആൻഡ് ബിയും ഇല്ല. നമുക്ക് ഡി മോർഗൻസ് ലോ വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് എഴുതാം അല്ലേ? ദറ്റ് ഈസ് 1 മൈനസ് ഇതിന്റെ റീസൺ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ എഴുതി. ഇനി ദിസ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അല്ല, പി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? ദറ്റ് ഈസ് 1 മൈനസ് 0.72 എന്നായിരുന്നു അല്ലെ? 0.72. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ചെയ്യാം 1.00 മൈനസ് 0.72 828 അല്ലെ? 0.28. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.28. ഓക്കെ, ഇത് എത്തരത്തിൽ ചെയ്യാം. ഇനി അല്ല എങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഡാഷും ബിയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അപ്പോൾ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് വേണമെങ്കിൽ എഴുതി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് then show that a dash and b are independent events. Second one, a and b dash are independent. Third one, a dash and b dash are independent. Okay, അപ്പോൾ നമുക്ക് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എയും ഈ ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എ ഡാഷും ബിയും ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യണം. നമുക്ക് അറിയാവുന്ന കാര്യം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇതാണ് അതിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ അതിന്റെ പ്രൂഫ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഇവിടെ ഞാൻ രണ്ട് സെറ്റ് എടുത്തിരിക്കുക. ഒന്ന് എ, ഇത് ബി ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ആണ് അല്ലേ? ഇനി ഈ ഒരു ഭാഗം ഒന്ന് നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്കറിയാം, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ആ ഭാഗം, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എയുടെയും അതുപോലെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി ഉള്ള ഭാഗം കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗം വരും അല്ലെ? ഇതെല്ലാം വരും. ബി മാത്രം അങ്ങോട്ട് ഒഴിവാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ അതിൻ്റെയും ഈ എയുടെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നും കൂടെ പറയാം. ഞാൻ എടുക്കുന്നത് എയുടെയും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയുടെയും എ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. പിന്നെ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ബി കംപ്ലീറ്റ് ഒഴിവാക്കണം. അതിൻ്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അല്ലേ? ഈ യെല്ലോ കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എയുടെയും ബി കോംപ്ലിമെന്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എയുടെയും ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗം എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ പിങ്ക് മീൻസ് ഞാൻ ഈ പർപ്പിൾ കളറിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതുപോലെ തന്നെ തിരിച്ചു വന്നാൽ നമുക്ക് നോക്കാം. എ കോംപ്ലിമെന്റിന്റെയും എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഒഴികെ ബാക്കിയുള്ള ഭാഗം അതിൻ്റെയും ബി ഡാഷിൻ്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് ഈ വരുന്ന ഭാഗം അല്ലേ? ഇപ്പൊ 3 ഭാഗങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ ഒരു ഭാഗം, ഈ യെല്ലോ മാർക്ക്, അതും ഇത് എ ഇന്റർസെക്ഷൻ ബി, ഇത് ഈ പർപ്പിൾ കളറിലുള്ളത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ
എ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഡാഷിൻ്റെയും അതുപോലെ, അതായത് ഇതിൻ്റെ ഈ യെല്ലോ കളറിൽ കാണുന്നതിൻ്റെയും എ ഇന്റർസെക്ഷൻ ബിയുടെയും കൂടെ കൂടി യൂണിയനായിട്ട് നമുക്ക് എ എഴുതാൻ സാധിക്കും അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഭാഗവും പിന്നെ ഇത്രയും ഭാഗം കൂടെ കൂടുന്നതാണ് എ എന്ന് പറഞ്ഞാൽ. ഈ രണ്ടിൻ്റെയും കൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതെന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ഇല്ല അല്ലേ. ഇതിൻ്റെ ഇതും പരസ്പരം ഇന്റർസെക്ഷൻ ഇല്ലാത്തതായതുകൊണ്ട് ഡിസ്ജോയിന്റ് ഇവൻസ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോബബിലിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി എടുക്കുവാണെങ്കിൽ ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, റൈറ്റ്. ഈ പ്രോബബിലിറ്റി അഡീഷൻ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, സോറി ബി ഡാഷ് ഇല്ല ബി, പ്ലസ് അപ്പോൾ എ യൂണിയൻ ബി ഡി ആയി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിൻ്റെ രണ്ടിനോടെ ഇന്റർസെക്ഷൻ, നമ്മുടെ അഡീഷൻ തിയറം അത് നമുക്കറിയാം 0 ആണ് അല്ലേ. സോ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇസ് ഈക്വൽ ടു, ഈ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുവാണ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ പി ഓഫ് എ ബി ഡാഷ് എന്ന് എഴുതുക, ഇന്റർസെക്ഷൻ എഴുതുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് അറിയാമല്ലോ. ഇനി ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയും ബി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ശരിയല്ലേ മക്കളെ? യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പി ഓഫ് ഈ എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നുള്ളത് അവിടെ നിർത്തുക. അതായത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടെ തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അങ്ങനെ മാറ്റി എഴുതിയാലും പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ഈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പി ഓഫ് എ ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, റൈറ്റ്. ഇതിനകത്ത് രണ്ടിനകത്തും പി ഓഫ് എ കോമൺ ആണ്, നമുക്ക് വേണേൽ പുറത്തെടുക്കാം. ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് അതിനെ ഒന്നും കൂടെ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഇതെന്താണ് പി ഓഫ് ബി ഡാഷ് അല്ലേ. പി ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം നോക്കിക്കാം മക്കളെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് എ ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമുക്ക് ബി എന്നുള്ള സെറ്റിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ബി ഇസ് ഈക്വൽ ടു ബി എന്നുള്ള സെറ്റിനെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബിയുടെയും യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാമല്ലോ. അതായത് ഈ കളറും ഇതും കൂടെ ചേർന്നാണല്ലോ, ഈ രണ്ട് ഭാഗം കൂടെ ചേർന്നാണല്ലോ ബി എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഇനി പ്രോബബിലിറ്റി അപ്ലൈ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ഇത് രണ്ടിനോട് ഇന്റർസെക്ഷൻ. അത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അപ്പോൾ ഡിസ്ജോയിന്റ് ആയാലും അത് 0 വരും. ദാറ്റ് ഈസ് പി ഓഫ് ബി. ഓക്കെ, ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി പ്ലസ് ഇതിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ദിസ് ഈസ് പി ബി. ഓക്കെ, ഇത് മാത്രം ഇവിടെ നിർത്താം നമുക്ക്. അപ്പോൾ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി എന്നാവും. ഓക്കെ, സോ ഇതിനകത്ത് പി ബി കോമൺ ആണ്, പുറത്തെടുത്താൽ നേരത്തെ പോലെ തന്നെയാണ് 1 മൈനസ് പി ഓഫ് എ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ്
ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ദാറ്റ് ഈസ് പി ഓഫ് ബി ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് അല്ലേ, ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മക്കളെ, പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി. That means A and A dash and B are independent. Okay? Okay മക്കളെ, അപ്പോൾ അത് നമുക്ക് ഇതിനകത്തൂടെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കുള്ളത് എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് പ്രൂവ് ചെയ്യേണ്ടത്. മീൻസ് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് സെയിം ആസ് നമ്മുടെ തിയറി വെച്ചുകൊണ്ട് ഡിമോർഗൻസ് ലോ വെച്ചുകൊണ്ട് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് എഴുതാമല്ലോ. ഓൾ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാവും. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ, നമ്മുടെ ഫോർമുല അഡീഷൻ തിയറം, പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിൽ ഇതെന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതിനകത്ത് നമുക്കറിയാം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 മൈനസ് പി ഓഫ് എ മൈനസ് പി ഓഫ് ബി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അത് നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം, ഇത്രയും ഭാഗം മാത്രം. മൈനസ് ഇതിനകത്ത് രണ്ടിനകത്തൊരു പി ബി ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ മൈനസും ഉണ്ട്, പി ബി പുറത്തെടുത്താൽ പിന്നെ ഇവിടെ 1 വരും, ഇവിടെ മൈനസ് പി ബി പോകുന്ന പിന്നെ പി ഓഫ് എ വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് മൈനസ് പി ഓഫ് ബി ഇൻറ്റു ദിസ് ഈസ് അഗെയിൻ പി ഓഫ് എ ഡാഷ് വരും. ഇതിനകത്ത് രണ്ടിനകത്ത് വീണ്ടും പി ഓഫ് എ ഡാഷ് കോമൺ ആണ്, അത് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് 1 മൈനസ് പി ഓഫ് ബി എന്ന് വരും. ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ഡാഷ് വരും. സോ നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ദാറ്റ് മീൻസ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ മക്കളെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തത്. ഈ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീണ്ടും ഇത് കാണുക, ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.